Hey guys, so welcome back to my YouTube channel. So ഇന്ന് നമ്മുടെ കാശ്മീരിലെ ഡേ 3 ആണ്. അപ്പോൾ ഇനി നാളെയും കൂടെ നമ്മളിവിടെ കാണും കേട്ടോ. സോ നമ്മളിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ എവിടെയാണ് ഡെസ്റ്റിനേഷൻ ഒന്നും ഞാൻ നന്നായിട്ട് നോക്കിയിട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് ഇന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. എഗ്ഗുണ്ട്, മാഗി ഉണ്ട്, ബ്രെഡ് ജാം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അയ്യോ, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തണുപ്പ് ഇപ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്, വലിയ തണുപ്പായിട്ടൊന്നും തോന്നണില്ല. പിന്നെ ഗൈസ് ഇന്ന് ചൈത്രയുടെ ബർത്ത്ഡേ ആണ്. ചൈത്ര ഹാപ്പി ബർത്ത്ഡേ. ഓടല്ലേ, ഹാപ്പി ബർത്ത്ഡേ ചൈത്ര. ഗൈസ് ബ്രെഡ് ബട്ടർ, ബ്രെഡ് ജാം, മാഗി, മുട്ട ക്യാൻസലായി, പിന്നെ അതാ ചായ ഉണ്ട്, മാഗി ഞാൻ ടേസ്റ്റ് നോക്കിയില്ല. ഇവരൊക്കെ പറയണതനുസരിച്ച് എനിക്ക് നോക്കാൻ പറ്റണില്ല. പായസം പോലെ ഉണ്ട് എന്നാണ് പറയണത്. അതുപോലെ ഇതാ ടൊമാറ്റോ അടക്കണം, അപ്പം എനിക്ക് തൊടാൻ തോന്നണില്ല. തൽക്കാലം ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് തന്നെ വാങ്ങിയ ഡ്രസ്സാണ്, ഒരു സ്വെറ്റർ ടൈപ്പ്. അതെന്താണ്? Price 150 full set. Oh, with earring 150. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട ക്യാൻസലായി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ മുട്ട ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. ബസ്സിൽ കയറിയപ്പോഴായിരുന്നു അത് കിട്ടിയത്. അങ്ങനെ നമ്മുടെ ഗൈഡായിട്ടുള്ള ഫസ്റ്റ് കാക്ക നമുക്കെല്ലാം മുട്ട വിതരണം ചെയ്യുകയാണ്. ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് പൊതുവേ അങ്ങനെ മുട്ട ഇഷ്ടമില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി, നിഷാദ് ഗാർഡൻ. അപ്പോൾ ഇവിടെ പൂക്കളൊക്കെ അത്യാവശ്യം കുറവായിരിക്കും എന്നൊക്കെയാണ് പറയണത്. സീസൺ ഇതല്ല, സീസൺ നേരത്തെ എന്തോ പറഞ്ഞു മെയ് ജൂണോ അങ്ങനെ എന്തോണ്ട് സീസൺ. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കാണുമെന്നാണ് പറയണത്. തണുപ്പുണ്ട് ഗൈസ്. ഞാൻ ഇന്ന് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, എൻ്റെ പുറത്ത് ഒന്നും ഇട്ടില്ല. കാരണം എപ്പം എൻ്റെ പുറത്ത് ജാക്കറ്റ് ഇട്ടാലും ജാക്കറ്റ് വെച്ചിട്ടുള്ള ഫോട്ടോസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഉള്ളിൽ വാങ്ങിയ സാധനങ്ങളൊന്നും നമുക്ക് ഫോട്ടോയിൽ കിട്ടണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നിപ്പം ഇതൊരു സ്വെറ്റർ ടൈപ്പ് ക്ലോത്താണ്, എന്നാലും തണുപ്പ് നിൽക്കണില്ല. അപ്പോൾ ഇത് ഇട്ടിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. സോ നമുക്കിനി ഗാർഡൻ കാണാം. ഗൈസ്, ഇതാണ് ഷിക്കാര റൈഡിന് ഉള്ള സംഭവങ്ങൾ. തണുക്കണുണ്ട് ഗൈസ്. എൻ്റെ അമ്മേ ഗൈസ്, അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പൊക്കെ കയറി പോവുകയാണ്. കുറച്ച് ഉണങ്ങിക്കഴിഞ്ഞ പോലത്തെ പൂക്കൾ നിൽക്കണം. ഈ മറ്റേ ഊട്ടിയിലൊക്കെ കാണൂലേ, അങ്ങനത്തെ പൂക്കളാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ സീസൺ അല്ല, അപ്പം അത്രയും ഇത് കാണൂല. അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെയാണ് പറയണേ. നോക്കട്ടെ, ഗായ്സ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനോ ഫോട്ടോ എടുക്കാനോ ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ വാടിക്കരിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ച് അവിടെ ഒരു ഇങ്ങനെ സെറ്റില്ലല്ലോ, എന്താണ് പറയണത്, ഇരിക്കാൻ പറ്റുന്നത് ചെയറല്ല, അതിനെന്താ പറയണേ, ആ സാധനം കണ്ട് അവിടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്. വേറെ ഇവിടെ ഫോട്ടോ സ്പോട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങോട്ട് നടക്കട്ടെ. ഇവിടുത്തെ മരങ്ങൾ ഇലയില്ലാത്ത മരങ്ങളൊക്കെ രസമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അടുത്ത ഫോട്ടോ സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഓട്ടം ലീവ്സ്, അതിൻ്റെ നടുക്കിരുന്നൊരു ഫോട്ടോ. വാവ്, യാ, ഇവിടെ ഫോട്ടോ സ്പോട്ട് ഇങ്ങനത്തെ 2-3 ഇത്, വേറെ ഒന്നുമില്ല. വാവ് ഗൈസ്, അപ്പം ഇവിടെ കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസ് എടുത്ത് കൊടുക്കും. 200 റുപ്പീസേ ഉള്ളൂ. ഫോട്ടോസ് നോക്കി ഇൻസ്റ്റൻ്റായിട്ട് കയ്യിൽ തരുകയും ചെയ്യും. അതാണ് ബെസ്റ്റ് പാർട്ട്. അത് ലാഭമാണ് സംഭവം. ഞാനിവിടെ നിന്ന് എടുത്തില്ല, ഒന്ന് ടൈമില്ല.
പിന്നെ അതുപോലെ നമുക്ക് ഷാലിമാർ അവിടെയൊക്കെ വേറെ ഉണ്ട് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച്. ഫോട്ടോസ് കിട്ടി, അത്രേ ഉള്ളൂ. വേറെ കാണാൻ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ഇലയില്ലാതെ നിൽക്കണ കുറേ മരങ്ങളും ചെടികളും. സീസൺ അല്ലാത്തതുകൊണ്ടാണ്. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോയിൽ ഇപ്പം. കൂട്ടത്തോടെ ഓടാം. ചൈത്രയുടെ ഒക്കെ മൂക്ക് ചോന്നു. ഗൈസ്, മലയാള പട്ടാളക്കാരനാണ്, പാലക്കാടിൽ നിന്നാണ്. സാറിന്റെ പേര് ഗിരീഷ്. ഒരു ഹായ് ഗൈസ്. അപ്പം നമ്മളിതാ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ തന്നെ അടുത്തടുത്താണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലവും. അങ്ങനെ ഷാലിമാറിലെത്തിയിട്ടുണ്ട്. ഇവിടെ പർച്ചേസിങ് സ്പോട്ടും കൂടെയാണെന്ന് തോന്നുന്നത്. കുറേ നല്ല ക്യൂട്ട് സാധനങ്ങൾ, സോക്സ്, ഇങ്ങനെ ചെരുപ്പ്, പഞ്ഞി പോലത്തെ ചെരുപ്പ്, അതൊക്കെ ഉണ്ട്. സ്വീറ്റ്സും കാണുന്നുണ്ട്. അല്ല, നേരത്തെ കണ്ടതിലൊന്നും വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലം. നേരത്തെ കണ്ട അതേ ഗാർഡനാണ് ഈ ഗാർഡനും. ഒരു മാറ്റവും ഇല്ല. ഹായ് സൈക്ക്. ഹായ് ഗായ്സ്, എല്ലാ ആൾക്കാരും കാശ്മീരിലേക്ക് വരാൻ പറ്റുമ്പോൾ വരാം. മാലയില്ല, അടിപൊളി. ഇന്ന് ബ്യൂട്ടിഫുൾ പ്ലേസ്, സോ ബ്യൂട്ടിഫുൾ ആണ്. എല്ലാ ആൾക്കാരും വരാ. വേറെ ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഫോട്ടോസും കഴിഞ്ഞ ആ സ്പോട്ട്, ആ സെയിം സാധനം തന്നെയാണ് ഇവിടെയും. വേറെ ഒന്നുമില്ല, തണുപ്പ് മാത്രം. പുതിയ തൊപ്പിയാണ്. ബേജ് കളർ അല്ലേ സാർ എടുത്തിരുന്നത്? ബേജ് കളർ ആയിരുന്നു നല്ലത്, പക്ഷെ പിന്നെ വേറെ സ്റ്റുഡന്റ് പറഞ്ഞു ഇത് കൊള്ളാം സാറിന്. ശരി, പിന്നെ ആയിക്കോട്ടെ. എനിക്ക് ഞാൻ പൈസ ലാഭം ഉണ്ടായി. 150 രൂപ പറഞ്ഞു, പക്ഷെ എന്താ 2 എണ്ണം മേടിച്ചപ്പോ 250 രൂപ. ഇത് കണ്ട ഒരു ബ്ലൂ കളർ. സാർ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് അല്ലേ? കൊറേ കണ്ണാടി തന്നെ ഒരു 4-5 എണ്ണം. ജീവിതത്തിൽ ഇനിയിപ്പോ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാ. മതി, ധാരാളം. അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങാം. ഫോട്ടോസും കാര്യങ്ങളൊന്നും വേറെ സ്പെസിഫിക് ആയിട്ടൊന്നും എടുക്കാനില്ല, കഴിഞ്ഞ നേരത്തെ കണ്ടതുപോലെ തന്നെ. എന്നിട്ട് ഇവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് നമുക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാം. നല്ല ക്യൂട്ടായിട്ട് സാധനങ്ങളുണ്ട്, പക്ഷേ നല്ല പൈസ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. തണുക്കുന്നു ഗൈസ്, തണുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയും കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. നമുക്ക് എടുത്തു നോക്കാം, പറ്റിക്കുമെന്നോ. കഴിഞ്ഞ നേരത്തെ ഉള്ള സ്പോട്ടിൽ നിന്ന് ഇവരെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ കുറേ ഫോട്ടോസ് എടുത്തിട്ട് അവസാനം അവർ പറയണ പ്രൈസ് നമ്മൾ കൊടുക്കണം. 1000 അടുപ്പിച്ച് സാറന്മാരും ടീച്ചർമാരെ പറ്റിച്ച്. അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്, പറ്റിക്കപ്പെടുമോ എന്നൊക്കെ. നോക്കി എന്തായാലും ഒരു ഫോട്ടോ അത്യാവശ്യമാണ്. ഞാൻ കാശ്മീരിയായി. നമുക്ക് എവിടെങ്കിലും വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം. കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് ഹിന്ദിയൊക്കെ പറഞ്ഞപ്പോഴേക്കും, അല്ല ഞാനല്ല, ഹിന്ദി അറിയാമെന്നുള്ളൊരു ഹിന്ദി പറഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരു ഇത് തന്നു ഓഫർ. 100 റുപ്പീസിനാണെങ്കിൽ നമ്മുടെ ഫോണിൽ എടുത്തോ, കോസ്റ്റ്യൂമൊക്കെ അവർ തരും. കുറച്ച് ടൈം, കുറച്ചെന്ന് പറഞ്ഞൊരു 10 മിനിറ്റ് ഒരാൾക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 100 റുപ്പീസിന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി.
ഗൈസ് അപ്പം നമ്മൾ കാശ്മീരിയിലുള്ള കാശ്മീരി ആപ്പിൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അടിപൊളി കേട്ടോ. ഞാൻ മാം വാങ്ങിയപ്പോൾ അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വാങ്ങാൻ പോകുന്നു. ഷെയർ ഇട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ചേഞ്ചാ? ചേഞ്ച് ഉണ്ടാന്ന്. മട്ടൺ വെച്ചിട്ടുള്ള പല പല സ്പെഷ്യൽ ഐറ്റംസ് ആണ് നിങ്ങൾ കാണുന്നത്. അതിൽ നമ്മൾ സാറ് ഇത് ഓർഡർ ചെയ്ത് വസ്വൻ താലി. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം സാറിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് സാർ? ഇതിപ്പോൾ ഞാൻ 3 ടൈപ്പ് മട്ടൺ എടുത്തത്. ഒന്ന് വെച്ചാൽ മട്ടൺ കറി പോലെയുണ്ട്, വേറൊന്നൊരു മട്ടൺ ബോൾസ് എന്ന് പറയുന്നത് അതിന് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ എന്താ നമ്മുടെ കബാബ് മാതിരി മട്ടൺ കബാബ് ഇങ്ങനെ സംഭവം. ചോറും പിന്നെ ചോറും കൊള്ളാം, അടിപൊളി. ഇഷ്ടപ്പെട്ടാ മാം? ഗൈസ്, എനിക്ക് കാശ്മീരി കുർത്തി ഒരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര പൈസ, 400 നിന്ന് അവരിങ്ങനെ കുറയ്ക്കണില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുമെന്ന് ഇങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. കിട്ടുന്നില്ല ഗൈസ്. നോക്കട്ടെ, ഒരു കുർത്തി ഷോപ്പ് കണ്ട് ഇവിടുത്തെ ഗൈസ്. അപ്പം നമ്മൾ കാശ്മീരി ബിസ്ക്കറ്റ് വാങ്ങി, എന്നിട്ട് നമ്മൾ ഇതാ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇവർ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിയത്. കാശ്മീരി സ്പെഷ്യൽ ബിസ്ക്കറ്റാണ്. നമുക്ക് ട്രൈ ചെയ്യാം. കൊള്ളാം കഴിച്ചു. ഒരു തേങ്ങയുടെ ഒക്കെ ഒരു നല്ല ഫ്ലേവർ വന്നിട്ട് അടിപൊളി. മസ്റ്റ് ട്രൈ. പേര് കാശ്മീരി ബിസ്ക്കറ്റ്. അപ്പം ഞാൻ വീട്ടിലത്തേക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പം അമ്മയും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട്, അമ്മയും ബാക്കി എല്ലാവരും അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ 15 ദിവസം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വാങ്ങി ഗൈസ്. അപ്പം ആപ്പിൾ നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് വേറെ ഫുഡൊന്നും കഴിക്കണില്ല. ഞാൻ എത്ര നേരം തീരുമാനിച്ചത്. നമ്മൾ ഫ്രഷ് ആപ്പിളാണ്, കാശ്മീരി ആപ്പിൾ. നല്ല മധുരമുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഇതെല്ലാം ഫ്രീസ് ആയിട്ടിരിക്കുന്നതാണ്. വെള്ളം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് കാണുന്നു. ഫ്രീസാണ്, കംപ്ലീറ്റ് ഫ്രീസ് ആയിട്ടിരിക്കുന്നത്. ഗൈസ്, അപ്പം നമ്മൾ അടുത്ത് പോകാൻ പോണത് ഹസർബാദ് ദർഗ, അങ്ങനെ എന്തൊരു സ്ഥലമാണ്. എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അറിഞ്ഞൂടാ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറേ സെമിത്തേരി പോലെ ഇങ്ങനെ ആൾക്കാർ അടക്കണം, അങ്ങനെ ഒരു ഇതാണ്. പഴയ ഒരു ഹിസ്റ്റോറിക്കൽ ഇത് പറയുകയാണെങ്കിൽ. പിന്നെ എന്താണ്, പിന്നെ ഇവിടെ ഇങ്ങനെ പറയണുണ്ട് പണ്ടത്തെ ഒരാൾക്ക് എന്തോ നബിയുടെ എന്തോ മുടിയുടെ എന്തോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത് ഒരു വർഷത്തിൽ 10 തവണ കാണിക്കുകയുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോണത് കുറേ ഫോട്ടോ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല. ഫുൾ മഞ്ഞ് ഇങ്ങനെ കൂടി നിൽക്കണ പോലെ ഉണ്ട്. തണുപ്പ്. ഗൈസ്, അപ്പോൾ ഇവിടെ മെയിനായിട്ട് ലേക്കാണുള്ളത്. നമുക്കപ്പം അങ്ങോട്ട് പോവാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ക്യാമറയിൽ കാണുന്നതൊന്നുമല്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ്. ഇതാണ് ദാൽ ലേക്ക്. വെച്ചേക്കണതാണ് ചോളം കരിച്ചത്.
സ്വീറ്റ് കട, സ്വീറ്റ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ പൊറോട്ടയാണെന്ന് തോന്നി, ഇത്രയും വലിപ്പം. വാവ്, ഇത് ഹൽവ. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്, കഴിച്ചു നോക്കട്ടെ. എന്നോട് ഒരുമിച്ചാണ് കഴിക്കോളാം. ये 40 का रख दो. 5 रुपये मत है चेंज. वो आधा पाव 30 का होगा 70 हो गए. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ കൊള്ളാം, അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടില്ലെന്ന് തോന്നുന്നു. ഗൈസ്, ഇന്ന് നമ്മൾ കാശ്മീരിൽ ഏറ്റവും ഫേമസും സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം ട്രൈ ചെയ്യാൻ പോവുകയാണ്. മൂൺലൈറ്റ് വാൽനട്ട് ഫഡ്ജ്. അവിടെ നിന്ന് നമ്മൾ വാൽനട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര എന്താണ്, അവരെ ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയണത്. അതുപോലെ എത്രയോ കോടികൾ കൊടുത്തിട്ടൊന്നും അവർ ആ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യൂല, അങ്ങനെ എന്തൊക്കെയോ പറയണുണ്ട്. അപ്പോൾ അത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എക്സ്പെൻസീവും ആണ്. അപ്പോൾ ഞാൻ വല്ല ഒരു പീസ് വാങ്ങി ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 75 അങ്ങനെ എന്താണ് ഒരു പീസിന്. നമുക്ക് നോക്കാം. ആദ്യം കഴിച്ചപ്പോൾ ഇത്ര ടേസ്റ്റ് തോന്നിയില്ല, പിന്നെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ എന്നിട്ട് ഇത്രയും പേര് ഷെയർ ഇട്ടിട്ട് വാങ്ങാൻ വിചാരിച്ചപ്പോൾ പൈസ അത്രയാവൂലല്ലോ. അങ്ങനെ നമ്മൾ മോമോസ് പറയാമെന്ന് വിചാരിച്ച് വേറെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഗൈസ്, നമ്മുടെ മോമോസ് എത്തി. ഗൈസ്, ചിക്കൻ കബാബ് സാധനം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങ് കഴിക്കണം. ഗൈസ്, എക്സ്പ്ലോർ ചെയ്ത് ഞാൻ ലൈഫിൽ കഴിക്കാത്ത മട്ടൻ അറിയാതെ കഴിച്ചു പോയി. എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് എന്തെന്ന് വെച്ചാൽ ഞാൻ പറയും മട്ടൻ വെച്ചിട്ടുള്ള സാധനമാണെന്ന്. എനിക്ക് അത്രയും ഇഷ്ടമില്ലാത്ത, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞില്ല. ചിക്കൻ കബാബ് എന്ന് പറഞ്ഞ് മട്ടൻ വാങ്ങി കഴിച്ച് ആ സാധനം കൊള്ളൂലായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല ആദ്യമേ. പിന്നെ മട്ടനെന്നും കൂടെ അറിഞ്ഞപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ പറഞ്ഞു. അയ്യേ, സാധനമില്ല, അലർജി കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമില്ല സാധനം. ആ സാധനം ഞാൻ കാണിച്ചു തരാം. ഓ ഹായ്, സ്ഥലം എക്സ്പ്ലോർ ചെയ്തില്ലേ? ഫുഡൊക്കെ വാങ്ങിയ വീട്ടിലേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് സീനിയറിനെ കണ്ടുമുട്ടി. ഹായ് ചേട്ടാ, സുഖം? സാറൊക്കെ അവിടെ ഉണ്ട്. ഷിക്കാർ റൈഡ് കയറാനുള്ള ധൃതിയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ഓടണമെന്ന് മനസ്സിലാവണില്ല. ഭയങ്കര ചന്ത പോലെ. എന്താണ് ഇത്? ഗൈസ്, എന്തിനാണ് ഇവർ ഇത്ര തിരക്കെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരുമാതിരി കൊല്ലാൻ കൊണ്ടോണോ. കേറി 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 കേറി. ഇപ്പൊ നമ്മൾ 5 സെറ്റാണ്. അപ്പോൾ നമുക്കുള്ള ചായ വന്നിട്ടുണ്ട്. കാവ കാവ തണുക്കുന്നുണ്ട്. അയ്യോ, കൈ വിറയ്ക്കുന്നു. ഹലോ ഗായ്സ്, ഹലോ ഹലോ ഗായ്സ്, ഷിക്കാർ റൈഡ്. നല്ല ഫോട്ടോസൊന്നും അധികം അങ്ങനെ കിട്ടിയൊന്നുമില്ല, കാരണം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അതായത് എന്താണ്, നമുക്ക് ഈ സൺസെറ്റിന് എത്തണമെന്നൊക്കെയായിരുന്നു പ്ലാൻ. ഇവിടെ സണ്ണേ ഇല്ല, ഫുള്ള് ഇങ്ങനെ ഹ്യൂമിഡിറ്റി അടിച്ചിട്ട് ഫുൾ ഫോഗ് അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സോ നമ്മൾ
കയറി അത്ര നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് മെമ്മറിയിൽ വെക്കാന്ന് വിചാരിച്ചു. തണുപ്പുണ്ട്. ചുറ്റീസ് എന്ന് പറഞ്ഞ ഹൗ മച്ച് ഇംഗ്ലീഷ് 130. ഉള്ളൂ. 130 ആ ചെറുതിനോ? ഗൈസ് ജിമിക്കൊക്കെ വിൽക്കണ വണ്ടി വന്ന് റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. 130 ആ ചെറിയ ചുമക്കിക്കേ. അപ്പോൾ നമുക്കിത് ഷോപ്പിംഗ് ടൈമാണ്. നമ്മളടുത്ത് ഷോപ്പ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ്. ഓ തണുക്കണ്. അപ്പോൾ നമ്മൾ പിന്നെയും ബാക്ക് ടു ഫുഡ് എക്സ്പ്ലോറിങ്, സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറിങ്. അങ്ങനെ ഇതാ പാനിപ്പൂരി പറഞ്ഞിട്ടിരിക്കുകയാണ്. അത് അത്ര വെറൈറ്റി അങ്ങനെയൊന്നും അല്ല. കുറേ ഇവിടെ വന്നിട്ട് കഴിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഫുഡ് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ കഴിക്കാതിരുന്ന് ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 പ്ലേറ്റ് പാനിപ്പൂരി പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ആക്കുകയാണ്. ഗായ്സ് പാനിപ്പൂരി എത്തി. പാനിപ്പൂരി നല്ലൊരു പർച്ചേസ് നടത്തി. കുറേ പൈസ അങ്ങ് പൊട്ടിച്ച് ബ്ലൂബെറി വാങ്ങി. ഡ്രൈ ഫ്രൂട്ടായിട്ട് കിട്ടുമല്ലോ ബ്ലൂബെറി. അങ്ങ് ബ്ലൂബെറി വാങ്ങി. അത് ഞാൻ നേരത്തെ കാണിച്ചെന്ന് തോന്നണല്ലേ. ബ്ലൂബെറി വാങ്ങി. ഇതാ ഈ ഒരു ഷോള് വാങ്ങി. ഇതിന് 300 രൂപയാണ് അവർ പറഞ്ഞത്. അങ്ങനെ കുറച്ച് 150 ആക്കി തന്ന്. പിന്നെ എന്തോ വാങ്ങി? പിന്നെ ഐ ലവ് കാശ്മീർ എന്ന് പറഞ്ഞ ഒരു മാഗ്നറ്റിൻ്റെ സാധനം വാങ്ങി. അങ്ങനെ കുറേ എന്തൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പർച്ചേസിങ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ കാശ്മീരിൽ എനിക്ക് തോന്നുന്നു ഇനി നാളെയും കൂടെ നമ്മളുണ്ട്. പക്ഷേ പർച്ചേസിങ് ഇത് അവസാനമാണ്. നാളെ പർച്ചേസിങ് ഒക്കെ ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ. മാക്സിമം അങ്ങ് വാങ്ങി. -4 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ. തണുത്തിട്ടും കൂടെ നിൽക്കാൻ പറ്റണില്ല. ഇനി നമ്മൾ നേരെ പോയി ഫുഡ് കഴിക്കുന്നു, പോകുന്നു. അതാണ് റൂമിലോട്ട്. അതൊക്കെയാണ് ഇന്നുള്ള പരിപാടി. അതുണ്ടാ